വിയ്യൂരിന്ന് മുണ്ടൂരിലേക്ക്, അതായത് വിയ്യൂർ തൃശ്ശൂർ ജില്ലയിൽ വിയ്യൂരിൽ നിന്ന് മുണ്ടൂർക്ക് പോകുന്ന റോഡത്. ഏകദേശം ഒരു വർഷത്തോളമായി പണി വർക്ക് തുടങ്ങിയിട്ട്. അവിടെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ മഴയും കാര്യങ്ങളും കാരണം റോഡാകെ നമ്മൾ പറയില്ലേ തവിട് പൊടിയെ കിടക്കുക, തൃശ്ശൂർക്കാർ പറഞ്ഞ പോലെ ആകെ തവിട് പൊടിയെ കിടക്കുക. ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്, കുറെ പാലത്തിന്റെ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് കൊട്ടക്കാട് പള്ളിയുടെ മുമ്പിലൂടെ പോകണം. ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ, കാരണം നമ്മുടെ ഈ റോഡിന്റെ ഈ സ്ഥിതി ഇനി ഇതിപ്പോ നമ്മളത് പണി ഏകദേശം ഒരു മാർച്ചോടുകൂടി തീരുന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള റോഡിന്റെ വ്യത്യാസം അന്ന് വേറെ വീഡിയോ ചെയ്യാലോ. റോഡാകെ പൊളിഞ്ഞ് കിടക്കാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് റോഡ്. കാരണം ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നേരിട്ട് പോകാൻ പറ്റില്ല. അവിടെ അപ്പുറത്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ കുറ്റൂര് പള്ളിയുടെ അവിടെ ഒരു കലിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിപ്പോ ഞാനിപ്പോ കുറ്റൂരെത്തറിയും. അപ്പൊ കുറ്റൂരെത്തുമ്പോഴുള്ള ഒരു അവസ്ഥ കാണിച്ചാണ് റോഡിന്റെ. ഇവിടെയൊക്കെ റോഡിന്റെ സൈഡിൽ അവര് വർക്ക് നടത്തിയിട്ടുള്ളതാണ്. ഇതിപ്പോ റോഡിന്റെ സൈഡ് വർക്ക് മെറ്റല് ബോളർ അടിച്ചിട്ട് സ്ട്രോങ് ആക്കിയിട്ടുള്ളതാണ്. ഇനിയിപ്പോ കുറ്റൂർ സെന്ററിലേക്ക് എത്തി. അപ്പോ കുറ്റൂർ സെന്ററിലെ അവസ്ഥ ഇങ്ങനെ അവിടെ കാണിച്ചത്. ഏതായാലും റോഡ് നന്നാവും, കാരണം പണി നടക്കുന്നുണ്ട്. നമ്മുടെ മുണ്ടൂര് തൃശ്ശൂർ റോഡ് ഒരു വിധം കുറേയൊക്കെ ശരിയായി. കുറച്ചും കൂടി ഒരു മേ ബി എന്താ പറയുക, ഒരു 2-3 മാസം കൊണ്ട് കഴിയുണ്ടാവും. പിന്നെ ഈ മഴ കാര്യമായ രീതിയിൽ നിൽക്കണ കാരണേ ഇതാണ് കുറ്റൂര് അവസ്ഥ റോഡിൻ്റെ. ഇതിപ്പോൾ ഇവിടുന്ന് ഇപ്പം നേരെ പോകാൻ പറ്റില്ല. ഇവിടെ റോഡ് ക്ലോസ്ഡാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് തിരിഞ്ഞ് MLA റോഡ് വഴിയേ പോകാൻ പറ്റുള്ളൂ. MLA റോഡിലാണ് ഇന്നിപ്പോൾ തിരക്ക് കുറഞ്ഞ ദിവസമാണ്, കാരണം ഇന്ന് അവധിയാണല്ലോ. നമ്മുടെ സഖാവ് VS മരിച്ചതിൻ്റെ അവധി കാരണം പൊതുവെ റോഡിലൊരു തിരക്ക് കുറവുണ്ട്. എന്നാലും വാഹനങ്ങളുണ്ട് കേട്ടോ. ബസ്സൊക്കെ കുറവാണ്, ആൾക്കാർ കുറവാണ്. ഓഫീസുകളും അതുപോലെ തന്നെ സ്കൂളൊന്നുമില്ല, അതിൻ്റെ തിരക്ക് കുറവുണ്ട്. അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം മുണ്ടൂർ ഭാഗത്തുനിന്ന് തൃശ്ശൂർക്ക് വരുമ്പോഴുള്ള ഒരു മുണ്ടൂർ തൃശ്ശൂർ മെയിൻ റോഡിന് ഉള്ള പാരലായിട്ടുള്ള റോഡാണിത്. സത്യം പറഞ്ഞാൽ തൃശ്ശൂർക്ക് ഈ റോഡ് കൂടിയും താറുമാറായി കിടക്കണ കാരണം വാഹന ഗതാഗതം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ വടക്കാഞ്ചേരിയുടെ ബഹുമാന്യ MLAയും എല്ലാവരും ഇടപെട്ടിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത മാർച്ചോട് കൂടി ഇതെല്ലാം തീരും പ്രതീക്ഷിക്കാം. ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തു എന്നുള്ളൂ, ഒന്നുമില്ല, ആളുകൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി. ഞാനിനി റോഡിൻ്റെ വർക്കൊക്കെ കഴിയുമ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പുതിയ റോഡ് മാറിയതിന് ശേഷമുള്ള വീഡിയോ ഇതിന് ശേഷം ഞാൻ തരും. കാരണം നമ്മളാരും കുറ്റം പറയണമെന്നല്ല. ഇവിടെ ഇപ്പോൾ ഈ വർഷം മഴ കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂസ് ആയി മഴ നിന്ന് പെയ്യാണ്, മഴ നിൽക്കണില്ല. അപ്പോൾ വർക്കും കാര്യങ്ങളും ഒരു സ്പീഡിൽ മൂവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഏതായാലും അവർക്ക് പറ്റണ പോലെയൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. റോഡൊക്കെ ശരിയായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ.